അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്റർ നടന്നും യാത്ര ചെയ്തു. ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്റർ ദൂരം സഞ്ചരിച്ചു. കാറിൽ 7 കിലോമീറ്റർ 265 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ബാക്കി നടന്നിട്ട് 1 കിലോമീറ്റർ 30 മീറ്റർ നടന്നു സഞ്ചരിച്ചു. ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഇവിടെ ഓരോന്നിലും യൂണിറ്റുകൾ കിലോമീറ്ററും മീറ്ററും ഉണ്ട്. അങ്ങനെയല്ല അപ്പം ഈ മീറ്റർ എന്നുള്ള യൂണിറ്റും കൂടി നമ്മൾ കിലോമീറ്ററിലേക്ക് ആക്കുക. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അപ്പോൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അതായത് 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. ഇതിൽ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ ഇവിടെ 25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അതുപോലെ ഇടുക 25. ഇതിൽ 3 സ്ഥാനം നീക്കുമ്പോൾ 1, 2 ഇവിടെ ഒരു 0 ചേർക്കണം. അപ്പോൾ എന്ത് വരും? 0.050 എന്ന് വരും. 0.050 അതെന്തായി? മീറ്റർ കിലോമീറ്ററായി. അപ്പോൾ ഇവിടെ ഇടുക 0.050. ഇത് കിലോമീറ്ററാണ്, കൂട്ടണം. അതുപോലെ അടുത്തത് 7 കിലോമീറ്റർ. ഇതിൽ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അതായത് 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 0.265. അപ്പോൾ ആകെ എത്ര വരും? 7.265 കിലോമീറ്റർ. അതുപോലെ ഇതെന്ത് വരും? ഇതിൽ 2 സ്ഥാനമേ ഉള്ളൂ. 3 സ്ഥാനം നീക്കുമ്പോൾ ഒരു 0 ചേർക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 1 ഇവിടെ 3 സ്ഥാനം നീക്കുമ്പോൾ 0.030 0.030 കിലോമീറ്റർ. നമ്മളെല്ലാ യൂണിറ്റും മീറ്ററിലാക്കി. ഇനി നമുക്ക് ആകെ കാണാൻ കൂട്ടെല്ലാം കൂടി എത്ര കിലോമീറ്ററാണ് വരുന്നത്? ഇത് കൂട്ടുമ്പോൾ ഇവിടെ 5, 3, 6, 9, 5, 14, ശിഷ്ടം 1, 1, 2, 3, ദശാംശം 25, 7, 32, 1, 33. ഉത്തരം 33.345 കിലോമീറ്ററാണ് ആകെ സഞ്ചരിച്ചത്. -343 ഘാതം 2/3 മൂല്യം എത്ര? -343 പറഞ്ഞാൽ 7ൻ്റെ ക്യൂബാണ്. 7 × 7 × 7 343. അപ്പോൾ നെഗറ്റീവ് ചിഹ്നം ഇട്ടു. 343 പകരം നമുക്ക് 7 ക്യൂബ് എന്ന് എഴുതാം. അതിൻ്റെ കൃതിയായിട്ട് 2/3. ഇത് ഏഘാതം n ഹോൾഘാതം n എന്ന കൃത്യംഗ നിയമത്തിൻ്റെ രൂപത്തിലാണ്. ഏഘാതം m ഹോൾഘാതം n എന്താണ്? ഏഘാതം m × n. ഈ കൃതികൾ തമ്മിൽ ഗുണിക്കുക. അതുപോലെ ഇവിടെ -7 എന്നിടുക. ഈ കൃതികൾ തമ്മിൽ ഗുണിക്കുക. ഏതൊക്കെയാണ്? 3 × 2/3. -7 ഘാതം 3 × 2/3 നമുക്ക് 3 വെട്ടിപ്പോട്ട് 2 എന്ന് വരും. അത് -7 സ്ക്വയറായി. -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? -7 × -7 7 × 7 49. നെഗറ്റീവ് × നെഗറ്റീവ്, 2 നെഗറ്റീവ് സംഖ്യകൾ ഗുണിക്കുമ്പോൾ പോസിറ്റീവാണ് ചിഹ്നം വരിക. അപ്പം ചിഹ്നം വേണ്ട. ഉത്തരം 49. സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ്. 18ാം പദം എത്ര? സമാന്തര ശ്രേണിയാണ് 7ാം പദം. അപ്പോൾ നമുക്ക് n-ാം പദം കാണാനുള്ള സൂത്രമൊക്കെ എഴുതാം. n-ാം പദം കാണാൻ Tn = a + n - 1 × d. ഇതാണ് n-ാം പദം കാണാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് 7ാം പദത്തിൻ്റെ 7 മടങ്ങ്. 7ാം പദം എന്ന് പറയുമ്പോൾ n-ാം പദം Tn ആണെങ്കിൽ 7ാം പദം T7 ഇത് a + n - 1. ഈ n ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ ഇവിടെ 7 ഒന്ന് കുറയ്ക്കുക. ബാക്കിയെല്ലാം അതുപോലെ ഇടുക. a + 6d. ഇത് 7ാം പദം. ഇനിയോ 11ാം പദം ഇതുപോലെ എങ്ങനെ എഴുതുക? T11 a + 11 കുറച്ച് 10d എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയേണ്ടത്? 7ാം പദത്തിൻ്റെ 7 മടങ്ങ്. ഇതാണ് 7ാം പദം. അതിൻ്റെ 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഗുണിക്കുക. 7 × a + 6d അത് ഏതിന് തുല്യമാണ്? 11ാം പദത്തിൻ്റെ 11 മടങ്ങിന്. ഇതാണ് 11ാം പദം. അതിൻ്റെ 11 മടങ്ങ്. അപ്പോൾ 11 കൊണ്ട് ഗുണിക്കുക. 11 × a + 10d. ഇത് രണ്ടിനെയും ഗുണിക്കണം. 7 × a 7a + 7 × 6d 42d 11 × a 11a + 11 × 10 110. അതിൻ്റെ കൂടെ d ഇടണം. എ ഒരു ഭാഗത്ത്, ഡി ഒക്കെ മറുഭാഗത്ത്. ഇവിടെ 7a ഉണ്ട്. 11a ഇങ്ങോട്ട് എടുത്തു. ഇത് പോസിറ്റീവാണ്. അങ്ങ് എടുക്കുമ്പോൾ 7a - 11a ഇവിടെ 110d. ഇതങ്ങനെ എടുക്കുമ്പോൾ -42d. 7 ന്ന് 11 കുറച്ചാൽ -4a 110 ന്ന് 42 കുറയ്ക്കുമ്പോൾ 68d എന്ന് വരും. 110 42 കുറച്ച് 68d. ഇതിന്ന് എങ്ങനെ a കാണുക? a -4 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 68
ഡി ബൈ -4 ഹരിക്കുമ്പോൾ 17 4 68 നെഗറ്റീവ് ചിഹ്നം വേണം. പോസിറ്റീവിനെ നെഗറ്റീവ് ഹരിക്കുമ്പോൾ നെഗറ്റീവ് എന്ത് വരും 17 ഡി എന്ന് വരും. നമുക്ക് എയുടെ വില കിട്ടി -17 ഡി. നമുക്ക് എന്താ കണ്ട 18ാം പദം. ഇതുപോലെ 18ാം പദം എങ്ങനെ എഴുതുക? ടി 18 സമം എന്താ എഴുതുക? ഇവിടെ എഴുതിയ പോലെ എ പ്ലസ് ഇതൊന്നൊന്ന് കുറയ്ക്കുക 17 ഡി. നമുക്കിതിൽ വില കൊടുക്കുക. എ നമുക്കിവിടെ കിട്ടിയിട്ട് എത്രയാണ്? -17 ഡി. പിന്നെ എന്താ ഉള്ളത്? കൂട്ടണം 17 ഡി. -17 ഡി പ്ലസ് 17 ഡി എന്താ വരിക? 0 ആണ്. ഒരേ സംഖ്യകൾ വ്യത്യസ്ത ചിഹ്നം കൂട്ടുമ്പോൾ ഉത്തരം 0. സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ 1/4 ഭാഗം വായിച്ചു തീർത്തു. 1/5 മണിക്കൂറിൽ പുസ്തകത്തിൻ്റെ എത്ര ഭാഗം വായിക്കും? സീത 1 മണിക്കൂറിൽ 1 ഹവറിൽ എത്രയാണ്? 1 മണിക്കൂർ കൊണ്ട് പുസ്തകത്തിൻ്റെ 1/4 ഭാഗം 1/4 ഭാഗം 1 മണിക്കൂറിൽ പുസ്തകത്തിൻ്റെ 1/4 ഭാഗം നമ്മളെന്താ കണ്ടത്? ആയതുകൊണ്ട് 1/5 മണിക്കൂറിൽ ആയതുകൊണ്ട് 1/5 മണിക്കൂറിൽ എത്ര വായിച്ചു തീർക്കും? 1 മണിക്കൂറിൽ ഇതാണെങ്കിൽ 1/5 മണിക്കൂറിൽ കാണാൻ ഇതിനെ 1/5 കൊണ്ട് ഗുണിക്കുക. 1/4 ഇൻറ്റു 1/5. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കണം. ഇപ്പോൾ ഈ 1/4 അതുപോലെ ഇടുക. ഇൻറ്റു 2 10 1 കൂട്ടിയ 11/5. ഇതിൽ വെട്ടി ചുരുക്കാനൊന്നുമില്ല. അപ്പോൾ ഗുണിക്കുക. അംശങ്ങൾ ഗുണിക്കുമ്പോൾ 11 11/4 20. 1/5 മണിക്കൂർ കൊണ്ട് പുസ്തകത്തിൻ്റെ 11/20 ഭാഗം വായിച്ചു തീർക്കും. കൂട്ടത്തിൽ പെടാത്തതേത്? WRO HDA LHE PLI ഇതിലേതാണ് ഒറ്റയാൻ കൂട്ടത്തിൽ പെടാത്തത്? നമുക്ക് ഈ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങളും തമ്മിൽ എന്താ ബന്ധം നോക്കുക. O എന്ന അക്ഷരം കഴിഞ്ഞിട്ട് PQ കഴിഞ്ഞിട്ടാണ് R. 2 അക്ഷരം വിട്ടിട്ടാണ്. O കഴിഞ്ഞിട്ട് PQ 2 അക്ഷരം വിട്ടിട്ടാണ് R. R കഴിഞ്ഞാൽ STUV 4 അക്ഷരം കഴിഞ്ഞിട്ടാണ് W +4. അതുപോലെ A കഴിഞ്ഞ BC 2 അക്ഷരം വിട്ടിട്ടാണ് BC കഴിഞ്ഞ D. D കഴിഞ്ഞ EFG 3 അക്ഷരം കഴിഞ്ഞാലാണ് H. ഇവിടെ E കഴിഞ്ഞ FG 2 അക്ഷരമാണ്. FG 2 അക്ഷരം വിട്ടിരിക്കുന്നത്. H കഴിഞ്ഞ IJK 3 അക്ഷരം വിട്ടു +3. ഇവിടെ I കഴിഞ്ഞ JK പിന്നെ LI JK അപ്പോൾ 2 അക്ഷരം വിട്ടു. L കഴിഞ്ഞ MNO 3 അക്ഷരം വിട്ടു. L കഴിഞ്ഞ MNO 3 അക്ഷരം വിട്ടു. ഇപ്പോൾ നമ്മളിതിലെല്ലാറ്റിലും നോക്കുമ്പോൾ ഇത് 3ഉം ഒരുപോലെയാണ്. 2 അക്ഷരം വിട്ടിട്ട് 3 അക്ഷരം വിട്ടിട്ട് 2 അക്ഷരം വിട്ട് 3 അക്ഷരം വിട്ട് 2 അക്ഷരം വിട്ട് 3 അക്ഷരം വിട്ട്. ഇതിൽ മാത്രം 2 അക്ഷരം വിട്ടിട്ട് 4 അക്ഷരം വിടുന്നത്. അപ്പോൾ ഇതിൽ ഒറ്റയാൻ കൂട്ടത്തിൽ പെടാത്തത് WRO.